നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണം. ആമേൻ. ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബവും തലമുറയും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അങ്ങനെ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. യേശു, ദൈവത്തിന്റെ പുത്രനായ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 24:50-51 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യേശു ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. അനന്തരം അവൻ അവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവൻ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് കൈ ഉയർത്തി, ബഥാനിയിൽ നിന്ന് കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. ഈ യേശുവിന്റെ അനുഗ്രഹം പ്രാപിച്ച പത്രോസ് തന്റെ ലേഖനത്തിൽ 1 പത്രോസ് 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നാം അനുഗ്രഹം അനുഭവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുവിൻ. അവൻ അനുഗ്രഹം ഏറ്റുവാങ്ങി. അനുഗ്രഹം അനുഭവിക്കാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശപിക്കണ്ട, പ്രാകണ്ട, ഭീഷണി വാക്ക് പറയണ്ട, നിങ്ങൾ അനുഗ്രഹിക്കുവിൻ. യേശു തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ശത്രുക്കളെ ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. അപ്പോൾ നമ്മൾ അനുഗ്രഹം വിതച്ചാൽ അനുഗ്രഹം കൊയ്യും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ. ഹല്ലേലൂയ. നമ്മൾ എന്തു വിതയ്ക്കുന്നു അത് നമ്മൾ കൊയ്യും. ആമേൻ. അങ്ങനെയല്ലേ വചനം പറയുന്നത്, നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും. ഹല്ലേലൂയ. ഇനി വിതയ്ക്കുന്നത് കൊയ്യും എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നത് അതിന്റെ ഫലം കൊയ്യുന്നത് മാത്രമല്ല, അത് ഒരു ഒത്തിരി ഇരട്ടിയായിട്ടാണ് നമ്മൾ കൊയ്യുന്നത്. എന്ത് സാധനം വിതച്ചാലും അത് തന്നെ കൊയ്യും, അതിന്റെ ഒത്തിരി ഇരട്ടിയായിട്ടാണ് കൊയ്യുന്നത്. അപ്പൊ നമ്മൾ അനുഗ്രഹം വിതച്ചാൽ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊയ്യും. ഹല്ലേലൂയ. ബൈബിൾ പഠിച്ചു നോക്കിയേ, ആദ്യം മുതലുള്ള പിതാക്കന്മാരെല്ലാം അവർ അവരുടെ തലമുറയെ അനുഗ്രഹിച്ചു, അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചെന്ന് ഉൽപ്പത്തി പുസ്തകം 14-19 വാക്യത്തിലുണ്ട്. അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യഹോവയാൽ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം അവൻ പ്രാപിക്കുകയും ചെയ്തു കേട്ടോ. ആ അനുഗ്രഹം പ്രാപിച്ച്, അല്ലെങ്കിൽ ആ അനുഗ്രഹം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം അങ്ങോട്ട് കൊടുത്തു. ഹല്ലേലൂയ. അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ അതിനൊരു നന്ദിയായിട്ട് നാം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. ചിലരുണ്ട്, എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, എനിക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, നമ്മൾ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അത് നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ നാം കൊടുക്കേണ്ട ഭാഗം കൂടെ നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അത് നമ്മുടെ അനുഗ്രഹത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഹല്ലേലൂയ. അബ്രഹാം അനുഗ്രഹിച്ചു. അബ്രഹാം തന്റെ മക്കളെ അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് തന്റെ 12 മക്കളെയും അനുഗ്രഹിക്കുന്ന കാഴ്ച ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 12 മക്കളെയും കൊച്ചുമക്കളെയും അബ്രഹാം യാക്കോബ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവർ അനുഗ്രഹിക്കപ്പെട്ടു. അവരെന്തവരുടെ വാ കൊണ്ട് പറഞ്ഞോ അവർ അനുഗ്രഹിക്കപ്പെട്ടു. എന്ത് പറഞ്ഞോ, എന്തൊക്കെയാണ് അനുഗ്രഹത്തിലൂടെ പറഞ്ഞത്, അതെല്ലാം നടന്നു. അതാണ് ഈ യാക്കോബിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രം. യാക്കോബിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം അതാ. യാക്കോബ് വാ കൊണ്ട് പറഞ്ഞ കാര്യമല്ല, അതുപോലെ അക്ഷരം പ്രതിയാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. കനാൻ ദേശത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്ന കാര്യം ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിലുണ്ട്. ഇസ്രായേൽ ജനത്തെ അവൻ അനുഗ്രഹിക്കുകയാണ്. അപ്പം ദൈവത്തിന്റെ വിളിയാണ് നമ്മളെ അനുഗ്രഹിക്കുക. നിങ്ങൾ അനുഗ്രഹിച്ചോ നിങ്ങളുടെ ഭവനത്തെ? നിങ്ങളുടെ തലമുറയെ നിങ്ങൾ അനുഗ്രഹിച്ചോ? ഹല്ലേലൂയ. അനുഗ്രഹിക്കൂ. അവരുടെ ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ നോക്കിയിട്ടല്ല, ദൈവം അവരെ അനുഗ്രഹിക്കാൻ നമ്മളെ വെച്ചിരിക്കുകയാണ്. ഈ സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ ഒടുവില് പറയുന്നത് ലേവ്യ കുടുംബത്തോട് പറയാണ്, നിങ്ങൾ പുരോഹിത വർഗമായതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹം ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുകയാണ്.
നിങ്ങൾ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്ന് നീ പുരോഹിതന്മാരായ അഹ്റോന്റെ മക്കളോട് പറയണം, ഈ ജനത്തെ അനുഗ്രഹിക്കുവാൻ എന്ന് പറഞ്ഞ് മോശ അല്ലെങ്കിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാൻ തന്നെ പുരോഹിതന്മാരെ ആക്കി വെച്ചിരിക്കുക. അവർ വെറുതെ പറയുന്നതല്ല, ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹമാണ്. നിങ്ങൾ അവരെ അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞാൽ, നീ കൈവച്ച് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ അനുഗ്രഹം നടത്തിക്കൊള്ളാന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. കൈ ഉയർത്തി അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന നീയല്ല, ഞാനാണ്. പക്ഷെ നീ ഒരാളവിടെ കൈ ഉയർത്തി നിൽക്കണം എന്നാ അതിന്റെ അർത്ഥം. അനുഗ്രഹിക്കുന്ന മുകളിൽ നിന്നാണ്, ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പൊ ദൈവം പറഞ്ഞിട്ട് നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം ദൈവത്തിൻ്റെതാണത് അവരുടെ മേൽ വരും. ആമേൻ. ഹല്ലേലൂയ. യേശു ശിശുവായിരിക്കുന്ന യേശുവിനെ ദേവാലയത്തിലേക്ക് യോസേഫും മറിയയും കൊണ്ടുവരുമ്പോൾ ശിമയോൻ എന്ന് പറയുന്ന ഭക്തനായ ആ മനുഷ്യൻ അവനെ കൈകളിൽ എന്തി അനുഗ്രഹിച്ചു. ശിമയോൻ അനുഗ്രഹിച്ചു യേശുവിനെ. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക് കുറെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത്, യേശു വളർന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നപ്പോൾ യേശു ശിശുക്കളെ അടുക്കൽ വിളിച്ചവരെ അനുഗ്രഹിച്ചു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിനെ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു പറഞ്ഞ് അവരെ കൈവച്ച് അനുഗ്രഹിച്ചുന്നുണ്ട്. അവര് കൈവച്ച് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ശിഷ്യന്മാരെയും യേശു അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ അനുഗ്രഹിക്കുന്നവരാണ്. ശത്രുക്കളെയും കൂടി അനുഗ്രഹിച്ചു. നമ്മളോട് ചിന്തിക്കും, അയ്യോ ശത്രുവിനെ ഞാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് വലുതായി പോകും, അപ്പം പിന്നെ അവൻ എനിക്കെതിരെ ദോഷം ചെയ്തിട്ട് ദൈവം അവന്റെ പക്ഷത്താണെന്ന് അവന് തോന്നല് വരൂല്ലേ? നമ്മൾ അതൊന്നും ചിന്തിക്കണ്ട. നമ്മൾ എത്രയും അനുഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ അനുഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം ആ ശത്രു നശിച്ചു പോകാതെ പിന്നീട് ദൈവത്തെ അറിയുന്നു. ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ പിന്നീട് തിരിച്ചറിയും ദൈവത്തിന്റെ ഭക്തന്മാർ ആരാണെന്നും അവർ കാണിച്ച സഹിഷ്ണുതയും അവരുടെ പ്രാർത്ഥനയുടെ മൂല്യവും അവര് അനുഗ്രഹിച്ചതിന്റെ അനുഗ്രഹം എന്താണെന്ന് പിന്നീട് അവർ അറിയും. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കുക. സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരെ അന്യോന്യം അനുഗ്രഹിക്കുക. ദൈവം അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നു. നിങ്ങളെ ശപിച്ചോ, നിങ്ങൾ തിരിച്ചു പറയേണ്ടെന്നാ പറഞ്ഞത് അല്ലേ? നിങ്ങൾ അനുഗ്രഹിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം കണക്കെടും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നീ അനുഗ്രഹിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹം. ആമേൻ എന്ന് പറഞ്ഞു നോക്കിയേ. അനുഗ്രഹിക്കാൻ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ചിരിക്കുന്നത് ശപിക്കാനല്ല. അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, പക്ഷെ എന്നെ വിളിച്ചിരിക്കുന്നത് ഇവന്റെ ശാപത്തിന് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നാണ് ശമൂവേലിന്റെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തില് ദാവീദ് പറയുന്നത്. ശിമൈ ശപിച്ചോണ്ട് വന്ന. അപ്പം ദാവീദ് പറയാണ്, അവനോട് ദൈവം പറഞ്ഞിട്ടാണല്ലോ അവൻ ശപിക്കട്ടെ, പക്ഷെ എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാനാ. ഇവന്റെ ശാപത്തിന് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവത്തിനൊരു വിശ്വാസം, എന്നെ ദൈവം അനുഗ്രഹിക്കും, ഞാനും അനുഗ്രഹിക്കും മറ്റുള്ളവരെ. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ഈ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ, സമൃദ്ധിയും നന്മയും ആയുസ്സും ആരോഗ്യവും എല്ലാം ഇവരുടെ മേൽ കടന്നു വരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ദൈവം അനുഗ്രഹം നൽകി അനുഗ്രഹത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹം വർദ്ധിച്ചു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവൻ അനുഗ്രഹിക്കും. നിങ്ങളെ അവൻ അനുഗ്രഹിക്കും. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ very blessed day.